ബിസ്മില്ലാഹിൽ ഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹിയുടെ 80ാമത്തെ ഹിക്മത്താണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു, അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്താണ്? ഇസ്തിഖാമത്ത. മൊത്തത്തിൽ അതിനർത്ഥം ഉദ്ദേശം ഇസ്തിഖാമത്താണ്, അല്ലേ? നമ്മളെപ്പോഴും ദ്വാരക്കണേ എന്താ? മുസ്തഖീമായ വഴിയിലൂടെ നമ്മളെ നയിക്കണേ എന്നാണ്. അപ്പൊ ഇസ്തിഖാമത്താണ് നമ്മളെപ്പോഴും അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നത്? ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇസ്തിഖാമത്ത് എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ബാഹ്യമായിട്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾ അംഗീകരിക്കുകയും ആന്തരികമായിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഉള്ളിൽ അള്ളാഹുവിനെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും അവസ്ഥയാണ് ഇസ്തിഖാമത്ത്. അങ്ങനെയാവുമ്പോ ആ അടിമയുടെ കാര്യങ്ങൾ അള്ളാഹു തആല ഏറ്റെടുക്കും. ഇസ്തിഖാമത്ത് കിട്ടിയ അടിമയാവുമ്പോ ഇസ്തിഖാമത്തുള്ള ആ അടിമയെ അള്ളാഹു തആല എന്ത് ചെയ്യും? ഏറ്റെടുക്കും. അപ്പൊ അയാൾക്ക് കുറച്ച് ഒന്നും കൂടി ആത്മീയമായ ആനന്ദങ്ങൾ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അയാളെ പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടും, അയാളെ മനസ്സിക്ക് കുറെ ആശ്വാസങ്ങൾ കിട്ടും, റിലാക്സ് കിട്ടും. അപ്പോ മാനസികമായ സന്തോഷം അയാൾക്ക് നല്ലോണം കൂടും. അപ്പൊ ഇങ്ങനെ സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോ ആ അടിമയെ അള്ളാഹു തആല എന്ത് ചെയ്യും? ചിലപ്പോൾ അള്ളാഹു തആല അടിമയെ എന്ത് ചെയ്യും? ആ അടിമയോടുള്ള ഇഷ്ടം കൊണ്ട് അടിമയെ അള്ളാഹു തആല എന്ത് ചെയ്യും? ഒന്നുകൊണ്ട് നിയന്ത്രിക്കും. അതെന്തിനാണ്? ആ അടിമയോടുള്ള ഇഷ്ടം കൊണ്ട്. അപ്പോ ആ അടിമ എന്ത് ചെയ്യും? ആ നിയന്ത്രണത്തിന് വിധേയമാവും. അപ്പൊ അടിമക്കുന്നുണ്ടാവും ആ മാനസികമായ ആ സന്തോഷവും ആനന്ദങ്ങൾ എന്ത് ചെയ്യും? തൽക്കാലം കൊണ്ട് പോയി കിട്ടും. അപ്പൊ ചിലപ്പോ കഠിനമായ ദുഃഖത്തിലേക്ക് ചിലപ്പോ അടിമ പോകും. അങ്ങനെ പോയാലുള്ള പ്രശ്നം എന്താണ്? ചില അടിമകൾ അതിർ കവിഞ്ഞ ദുഃഖത്തിലേക്ക് പോയാലുള്ള പ്രശ്നം എന്താ? അടിമക്ക് പിന്നീട് എതിരും നിരാശ വരും. അപ്പൊ നിരാശ വരാതിരിക്കാൻ വേണ്ടി വീണ്ടും അല്ലാഹു തആല എന്ത് ചെയ്യും? അടിമയെ കരകയറ്റാൻ വേണ്ടി അടിമക്ക് ഏത് കൊടുക്കും? സന്തോഷം കൊടുക്കും. ഇങ്ങനെ അള്ളാഹുവിന്റെ അടിമകൾ നടക്കുന്ന രണ്ട് രീതികളുണ്ട്. ആ രണ്ട് രീതികളെ കുറിച്ചാണ് ഈ ഹിക്മത്തിൽ പ്രതിപാദിക്കുന്നത്. എന്താന്ന് വായിച്ചു നോക്കാം. ബസതക കൈല യുബ്ഖിയക മഅൽ ഖബ്ളി വഖബലക കൈല യത്റുകക മഅൽ ബസ്തി വഅഖ്റജക അൻഹുമാ കൈല തകൂന ലിശൈഇൻ ദൂനഹു എന്നാണ്. അതാണ് ഹിക്മത്ത് ചർച്ച ചെയ്യുന്നത്. ബസതക എന്ന് പറഞ്ഞാൽ എന്താണ്? ബസ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബസത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? മാനസികമായ ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ആശ്വാസവും ഒരു റിലാക്സും ഒരു സമാധാനത്തിന്റെ അവസ്ഥക്കാണ് ഇത് പറയാ ബസ്വത്ത് എന്ന് പറയും. അതിന്റെ നേരെ വിപരീതമാണ് ഏത്? കബുള് എന്ന് പറഞ്ഞത്. കബുള് പറഞ്ഞ മാനസികമായ ഇടുക്കം, സങ്കോചം, പ്രയാസം, വേണമെങ്കിൽ ദുഃഖം എന്നൊക്കെ പറയാം. ഇങ്ങനെ ഉണ്ടാവുന്നു. അപ്പൊ അല്ലാഹു തആല ബസ്വത്തക്ക നിനക്ക് മാനസികമായ വികാസം നൽകി. എന്തിനാണ്? കൈലാ യുബ്ഖിയക നിന്നെ അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി. മഅൽ ഖബ്ളി ഏതിനോട് കൂടെ? മാനസിക ഇടുക്കത്തോടുകൂടെ നിന്നെ നിലനിർത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു തആല എനിക്ക് ഏത് തന്നത്? മാനസികമായ റിലാക്സ്, ആശ്വാസം അല്ലെങ്കിൽ സന്തോഷം, സമാധാനം അല്ലാഹു തആല എനിക്ക് തന്നത്. കാരണം എന്നും, അതായത് എന്നും നിന്നെ ദുഃഖത്തിലാക്കാന്നുള്ള അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി അല്ലാഹു തആല നിനക്ക് ഏത് തരുന്നുണ്ട്? ഇടയ്ക്ക് മാനസികമായി ഏത് തരുന്നുണ്ട്? സന്തോഷം തരുന്നുണ്ട്. എന്നാൽ ഖബലക ചില സമയത്ത് അല്ലാഹു തആല നിനക്ക് മാനസികമായ ഇടുക്കം തരുന്നുണ്ട്, പ്രയാസം തരുന്നുണ്ട്. നമുക്ക് എന്നും സന്തോഷവാനി ആയിരിക്കാൻ കഴിയണില്ല. ഉണ്ടോ? ഇല്ലല്ലോ. എന്നും സന്തോഷം ഉണ്ടെങ്കിലും അല്ലെ എന്നും ദുഃഖം ഉണ്ടെങ്കിലോ അയാളുടെ അവസ്ഥ എന്താ? അയാളോടെയും കാണിക്കേണ്ടി വരും. കാരണം വെച്ചാൽ അയാൾക്ക് എന്താണ്? മാനസികമായിട്ട് എന്തില്ല? സ്റ്റെബിലിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ കബലക്ക, അപ്പൊ എന്നും നിനക്ക് അല്ലാഹു തആല ചിലപ്പോൾ മാനസികമായ
ചില ഇടുക്കങ്ങൾ പ്രയാസങ്ങൾ തരുന്നത് എന്തിനാണ്? പിന്നെ കയ്യിലായ തുറുക്കക്ക നിന്നെ അവശേഷിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാൽ ബസ്തി എന്നും സന്തോഷത്തോടു കൂടെ നിന്നെ നിലനിർത്താതിരിക്കാൻ വേണ്ടി. അപ്പൊ എന്നും സന്തോഷവാനായി നിലനിർത്താതിരിക്കാനും ചിലപ്പോൾ അല്ലാഹു തആലക്ക് മാനസിക പ്രയാസം തരുന്നുണ്ട്. എന്നും ദുഃഖിതരായി തീരാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ അല്ലാഹു തആലക്ക് മാനസിക ഇടുക്കവും തരും. ഇത് അള്ളാഹുവിന്റെ രീതിയാണ്. മഹാന്മാര് പറഞ്ഞ കബളും ബസ്ത്, ഈ സന്തോഷം ദുഃഖം എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും പോലെ. അതെങ്ങനെ എന്ത് ചെയ്യും? മാറി മാറി വരും എന്നുള്ളത് 100% എന്താണ്? ഉറപ്പാണ്. 100% ഉറപ്പാണ്. എന്നും ഒരാൾക്ക് എന്താവില്ല, ഒരിക്കലും ദുഃഖിതനായി തീരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ചില ആളുകൾ ചില ദുഃഖം വരുമ്പോ വെറുതെ ആത്മഹത്യക്ക് പോവാണ്. ചിലപ്പോ വൈകുന്നേരം, ചിലപ്പോ അടുത്ത സെക്കൻഡ് ചിലപ്പോ അതിന്റെ ദുഃഖത്തിന്റെ പരിഹാരം ആര് കൊടുത്തിട്ടുണ്ടാവും? പഠിച്ചോ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് കാക്കാനുള്ള ക്ഷമവനില്ലാത്തതുകൊണ്ടാണ് അവന്റെ എടുത്തുചാട്ടത്തിലേക്ക് പോകുന്നത്. ചില ആളുകളെ പിന്നെ മാനസിക പ്രയാസം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കുമ്പോ ചിലപ്പോ നമുക്കത് പിന്നീടുള്ള ഹിസ്റ്ററി പരിശോധിച്ചാൽ അയാൾ ചെന്ന് ശുദ്ധ അബദ്ധമായിട്ട് നമുക്ക് ബോധ്യപ്പെടാറില്ലേ, അല്ലേ? പരീക്ഷയ്ക്ക് തോൽക്കുമെന്ന് പേടിച്ചു കണ്ട് ആത്മഹത്യ ചെയ്യണവര്, പക്ഷെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ടോ? ജയിച്ചിട്ടുണ്ടോ? അപ്പോ ദുഃഖവും സന്തോഷവും അല്ലാഹു തആല മനുഷ്യർക്ക് കൊടുക്കുന്ന സംഗതി. അതിങ്ങനെ മാറി മാറി വരുന്നർത്ഥം. എന്നും ഒരാൾക്ക് എന്തായിരിക്കൂല, സന്തോഷവനായിരിക്കാം ഒരിക്കലും വിചാരിച്ചിട്ട് കാര്യമില്ല, അത് നടക്കൂല. എന്നും ദുഃഖിതനായ ഒരു മനുഷ്യൻ ഇരിക്കൂല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ദുഃഖമോ പ്രയാസമോ മനസ്സിലാക്കുക, അത് എന്നും ഉണ്ടാവൂല, അത് മാറാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അള്ളാഹുവിന്റെ അടിമകളെ ഈ ദുഃഖത്തിനെയും സന്തോഷത്തിനെയും സമീപിക്കുന്നത് 2 രീതിയിലാണ്. ഓരോരുത്തരുടെ ആത്മീയ നിലവാരത്തിനനുസരിച്ച് ഇതിന്റെ സമീപനം വ്യത്യാസം ഉണ്ടാവും. സാധാരണക്കാരായ ആളുകൾ ദുഃഖത്തിനെ കാണുന്നത് പോലെയായില്ല. കുറച്ചുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് മുന്നോട്ട് പോയ ആളുകൾ ദുഃഖത്തിനെയും സന്തോഷത്തിനെയും കാണാം. അപ്പൊ സാധാരണക്കാരുടെ ദുഃഖവും സന്തോഷം എന്താ വെച്ചാൽ, എന്തെങ്കിലും കിട്ടിയ സന്തോഷമുണ്ടാവും, അത് ദുനിയാവിയായ കാര്യം നടന്ന സന്തോഷമുണ്ടാവും, വിജയങ്ങൾ കിട്ടിയ സന്തോഷമുണ്ടാവും, സമ്പത്ത് കിട്ടിയ സന്തോഷമുണ്ടാവും, പ്രശസ്തി കിട്ടിയ സന്തോഷമുണ്ടാവും. ഇതൊക്കെ സാധാരണക്കാര് ആ വിഷയത്തെ കണ്ടുകൊണ്ടാണ് എന്തുണ്ടാകുക, അവിടെ മനസ്സിൽ ഏതിനുണ്ടാക്കിയെടുക്കുക, സന്തോഷത്തിനെടുക്കുക. സാധാരണ നോർമൽ ഏതൊരാൾക്കും അങ്ങനെ തന്നെ ഉണ്ടാവില്ല. നമുക്ക് ആ വിഷയത്തിനെ ആസ്പദമാക്കി സന്തോഷം ഉണ്ടാവും, വിഷയത്തിന്റെ നഷ്ടത്തിനനുസരിച്ച് എന്തുണ്ടാവും, പ്രയാസം ഉണ്ടാവും. ഇപ്പൊ ബിസിനസ്സിൽ തകർച്ച വന്നാൽ നമുക്ക് പ്രയാസം ഉണ്ടാവും, നമുക്ക് എവിടെയെങ്കിലും പരാജയം വന്നാൽ പ്രയാസം ഉണ്ടാവും, അല്ലെങ്കിൽ ചില സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാൽ പ്രയാസം ഉണ്ടാവും. അപ്പൊ ഒരുവിധ ആളുകളൊക്കെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും മാനദണ്ഡം എന്താണ്? ആ വിഷയം, അല്ലേ? ഞാൻ മനസ്സിലായില്ലേ? ആണോ? ആണ്. കാരണം നമുക്ക് ചില ഇഷ്ടപ്പെട്ട ചില ആളുകൾ മരണപ്പെട്ട സന്തോഷമുണ്ടോ? അല്ല സോറി, ഏതുണ്ടോ? ദുഃഖമുണ്ടോ? നമുക്ക് ഇപ്പൊ മകൾക്കൊരു കുട്ടി ഉണ്ടായ ഇപ്പൊ സന്തോഷം ഉണ്ടായി, എങ്ങോട്ട് കിട്ടണം, നമ്മുടെ നാട് പോകുമ്പോ എന്തുണ്ടോ? വിഷമുണ്ടോ? അപ്പൊ അധികം ആളുകളുടെ സന്തോഷം ഈ വിഷയമായി ആസ്പദമാക്കി. രണ്ടാമത് ഒന്നും കൂടി അള്ളാഹുവിലേക്ക് മനസ്സിലാക്കിയ ആളുകൾ, അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിഞ്ഞ ആളുകൾ, ഒന്നുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കുറച്ചും കൂടി ഡെവലപ്പായ ആളുകൾ, ആത്മീയ റൂട്ടിൽ പ്രവേശിച്ച ആളുകൾ വിഷയത്തിലായിരിക്കൂല അവരുടെ സന്തോഷം ദുഃഖവും. വിഷയത്തോടും ബന്ധപ്പെട്ടുണ്ടാവുന്ന ചില അവസ്ഥകളുടെ അവസ്ഥകളിലായിരിക്കും അവിടെ സന്തോഷം ദുഃഖം. പ്രധാനമായി പറയുകയാണെങ്കിൽ, എനിക്കൊരു സന്തോഷം, ഒരു വിജയം വന്നു, കുറച്ചും കൂടി അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആൾ എന്തായിരിക്കും? ആ വിജയത്തിലല്ല സന്തോഷിക്കുക, അത് തന്ന ഇത് അള്ളാഹുവിന്റെ ഏതാണ്? അപാരമായ കാരുണ്യത്തിന്റെ മനോഹരമായ അള്ളാഹുവിന്റെ വിശേഷണം കൈ എന്നിലേക്ക് നീണ്ടു. അപ്പൊ അവന്റെ സന്തോഷം ആ വിഷയത്തിലേറെ എതിലായിരിക്കും? അള്ളാഹുമായി കണക്ട് ആയിരിക്കും. പക്ഷെ സന്തോഷം ഉണ്ടാവും, കാരണം അള്ളാഹു താല എന്ത് ചെയ്തു? എനിക്ക് അവന്റെ അപാരമായ കാരുണ്യത്തിന്റെ സഹായം എന്നിലേക്ക് വന്നു. അപ്പൊ അള്ളാഹുവിന്റെ ജമാലിയത്തിന്റെ മനോഹരമായ ഒരു കൈ എന്നിലേക്ക് നീണ്ടു.
അപ്പൊ സന്തോഷം. അപ്പൊ അള്ളാഹുവിന്റെ സഹായം ഉണ്ട്, എന്റെ റബ്ബിന്റെ കൂടെ ഉണ്ട് എന്നൊരു സഹായത്തിന്റെ സന്തോഷമാണ് അവർക്ക് ഉണ്ടാവുക. അപ്പൊ ആ വിഷയത്തിനേക്കാളും വിഷയം തന്ന ആളോടുള്ള ഇഷ്ടമാണ് അവർക്ക് കൂടുതൽ ഉണ്ടാവുക. എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ അവർക്ക് എന്താ ഉണ്ടാകുക? ആ വിഷയം പോയതിനേക്കാളും എന്റെ റബ്ബ് ചിലപ്പോ ചില നഷ്ടങ്ങളാവുമ്പോ നഷ്ടത്തിൽ ദുഃഖം ഉണ്ടാവും. അതെന്താണ്? ഇപ്പോ അതിങ്ങനെ ഉണ്ടാകാം. ചിലപ്പോൾ നമ്മളുടെ ചില ചെയ്തികൾ കൊണ്ടോ അള്ളാഹു തആലയുടെ അടിമത്തത്തിൽ നമ്മൾ കാണിക്കുന്ന വീഴ്ചകൾ കൊണ്ടോ അള്ളാഹു തആല നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പിടിക്കും. തീർച്ചയായിട്ടും നല്ല സ്വാലിഹായ അടിമാണെങ്കിൽ തെറ്റ് ചെയ്താൽ പഠിച്ചോ എന്ത് ചെയ്യും? അപ്പൊ തന്നെ പിടിക്കും. പിടിക്കാതെ വിടാന്നുള്ളതാണ് ആ അടിമയോട് അള്ളാഹു തആല ചെയ്യുന്ന നടപടി. പിടിക്കാതെ വിടലാണ് അപകടം. നമ്മൾ എന്തെങ്കിലും അള്ളാഹു തആലയുടെ അദബുകൾ കാണിച്ചാൽ ഉടനെ എന്ത് ചെയ്യും? അള്ളാഹു തആല പിടിക്കുമെന്നാണ്. പിടിക്കുന്നവനാണ് ഭാഗ്യവാൻ. അപ്പൊ പിടിക്കുമ്പോ ഈ അടിമക്ക് മനസ്സിലാവും, എനിക്കെന്റെ ഈ പ്രയാസം വന്നത്, ഇപ്പൊ എനിക്ക് ഈ അസുഖം വന്നത് ഞാൻ അന്ന് കാണിച്ച ആ ഒരു ചെയ്തിയുടെ ദൂഷ്യഫലമാണ്. പഠിച്ചവനെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ നമുക്കിവിടെ മനസ്സിലാവുന്നത് ആ വിഷയത്തിന്റെ നഷ്ടത്തിനേക്കാൾ റബ്ബിന്റെ ഏതാണ് നമുക്ക് ഫീൽ ചെയ്യാല്? എന്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്ന ഒരു മാനസിക പ്രയാസമാണ്. ആ ദുഃഖാണ് ആർക്കുണ്ടാകുക? കുറച്ചുകൂടി അള്ളാഹുവിനെ മനസ്സിലാക്കിയ ആൾക്ക് ഉണ്ടാകുക. അള്ളാഹു തആല ഇഷ്ടപ്പെട്ട അടിമയാണെങ്കിൽ ആ അടിമ എന്തെങ്കിലും അദബുകേട് കാണിച്ച അടിമയെ പിടിക്കുമെന്നാണ്. ഞാനൊരു സംഭവം പറയാം. അത് ചിലർക്ക് അപ്പക്കപ്പക്കന്നെ കിട്ടും, അപ്പോഴപ്പോഴെ തന്നെ കിട്ടും. റസൂലുള്ളാഹിന്റെ കാലത്ത് ഒരു സഹാബി നബി തങ്ങളുടെ സദസ്സിലേക്ക് വരുന്നതിനിടയിൽ വഴിയിലൂടെ പോയ ഒരു സ്ത്രീയെ നോക്കി ഉടനെ തിരിഞ്ഞപാട് ആ സഹാബിയുടെ തല ഒരു മതിലിൽ ചെന്ന് ഇടിച്ചു. അപ്പൊ ഇവിടെ മുറിയായി. എങ്ങനെ മുറിയേറ്റാണ് ആരത്ത് പോയത്? റസൂലുള്ളാഹിനപ്പോ കളവ് പറയാൻ പറ്റില്ലല്ലോ. നമ്മളാണെങ്കിൽ വണ്ടി മേൽ വീണ് താഴത്ത് കയറ് വഴിക്കിച്ചെന്നൊക്കെ പറയുമല്ലോ. എന്താ പറ്റി വെച്ചപ്പോ സംഭവം പറയേണ്ടത്. അപ്പൊ അല്ലാഹു തആല എന്താണ് ആ നോക്കിയുള്ള പണിഷ്മെന്റ് ആണെന്ത്? ആ ഇടി എന്തെന്തായി അവിടെ വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ നമ്മളെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം. നമ്മളെ ജീവിതം നമ്മൾ പരിശോധിച്ചാൽ മതി. നമ്മൾ കുറച്ച് ഓഫലത്തായ അശ്രദ്ധയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ മനസ്സിന് സമാധാനം പോയിട്ടുണ്ടാവും. ആ പോയിക്കണേ മനസ്സിലാക്കണം എന്റെ റബ്ബിനെ എന്നെ ഇഷ്ടമുണ്ട്. അപ്പൊ എന്താണ്? അള്ളാഹു തആല ഒരു പ്രയാസം അവിടെ തന്നിക്കാണ്. ആ തന്നത് എന്താണ്? കബൂലാണ്. കബൂൽ എന്താണ്? അള്ളാഹുവിന്റെ ജലാലിയ സിഫത്ത്, അള്ളാഹുവിന്റെ രാജാധികാരത്തിന്റെ പരമാധികാരത്തിന്റെ ഒരു പിടി അല്ലെങ്കിൽ ഒരു കൊട്ട് അള്ളാഹു തആല നമ്മളെ ഏൽപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുക. അപ്പൊ സാധാരണക്കാരായ ആളുകൾ കാണല് വിഷയാസ്പദമായാണ്. ഒന്നും കൂടി അള്ളാഹുവിലേക്ക് വികസിച്ച ആളുകളാണെങ്കിൽ അവർ ആ വിഷയത്തെ മറന്ന് അള്ളാഹുമായിട്ടായിരിക്കും അവരുടെ സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും കണക്ഷൻ നടക്കുക. കുറച്ചും കൂടി മുഴുവൻ അള്ളാഹുവിലേക്ക് വിലയം പ്രാപിച്ച ആളുകളാണെങ്കിലോ, മുഴുവൻ സമയം അള്ളാഹുവിലേക്ക് വിലയം പ്രാപിച്ച ആളുകളുണ്ടല്ലോ, ഒരു ശ്വാസം പോലും എന്റെ റബ്ബിനല്ലാതെ ഞാൻ വിടൂല എന്ന് തീരുമാനിച്ച ആളുകൾ, ഒരു സെക്കൻഡ് പോലും എന്റെ റബ്ബിന്റെ അശ്രദ്ധയിലേക്ക് ഞാൻ പോകൂല, എന്റെ റബ്ബല്ലാത്ത വേറൊന്നും എനിക്ക് ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച സർവ്വ സമയവും അള്ളാഹുവിനെ മാത്രം സ്മരിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളാണെങ്കിലോ അവർക്ക് ഏതുണ്ടാവില്ല? ദുഃഖം ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല. കാരണം എന്താണ്? ഒരു ദുഃഖത്തിന്റെയും സന്തോഷത്തിന്റെയും അണ്ടറിലല്ല. അവർ ജലാലും ജമാലിന്റെയും വിശേഷണങ്ങൾ, ജലാലിയത്തിന്റെയും ജമാലിയത്തിന്റെയും ഭാഗമായി ഉണ്ടാവുന്ന പ്രതിഫലം ആ ഒരു പ്രത്യാഘാതത്തിന്റെ അണ്ടറിലല്ല അവർ ജലാലിന്റെയും ജമാലിന്റെയും ഉടമസ്ഥനായ ആരെ താഴെയാണ്? അള്ളാഹുവിന്റെ താഴെയാണ്. അപ്പൊ അവർക്ക് ഏതില്ല? ഇങ്ങനെ വന്ന എഫക്റ്റുകളൊന്നും അവരെന്ത് ചെയ്യില്ല, ബാധിക്കൂല. അതുകൊണ്ടൊക്കെ ഒരു വിഷയം വന്നിച്ചിട്ട് അവർക്ക് എന്തുണ്ടാവില്ല? വലിയൊരു സന്തോഷം ഉണ്ടാവില്ല. എന്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് എന്തുണ്ടാവില്ല? താങ്ങാൻ കഴിയാത്ത ദുഃഖം ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചോളം എന്താ വെച്ചാല് അള്ളാഹു നമ്മള് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരെ, ഞാൻ വീണ്ടും ഇത് നല്ല മനസ്സിലാക്കണം, സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ആ വിഷയം
ഒരു വിഷയം കിട്ടിയാൽ ആ വിഷയത്തിൽ സന്തോഷിക്കുകയാണ്. അപ്പൊ ആ വിഷയത്തിന്റെ സന്തോഷം ആ വിഷയത്തിന്റെ നഷ്ടത്തെ കുറിച്ച് എന്ത് ചെയ്യും? നമ്മളെ മറപ്പിച്ച്. അപ്പൊ നമ്മൾ സന്തോഷത്തിന്റെ ആള് മാത്രമായി. ഇനി ഒരു വിഷയം നഷ്ടപ്പെട്ടാലോ ആ വിഷയത്തിന്റെ നഷ്ടമാണ്. അപ്പൊ ആ വിഷയത്തിന്റെ നഷ്ടം തിരിച്ചു കിട്ടാനുള്ള എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും എന്നുള്ള ആ സന്തോഷത്തിന് എന്തില്ല, അവിടെ പ്രതീക്ഷ കൊടുക്കാതെ ഈ നഷ്ടത്തിൽ കൂടി കിടക്കുക. കുറച്ചുകൂടി വികസിച്ച ആളുകളാണെങ്കിലോ നോക്കൂ, കുറച്ചുകൂടി വികസിക്കുകയാണെങ്കിൽ അള്ളാഹു തന്നെ ജലാല് വന്നാൽ ആ ജലാല് കൊണ്ട് നടപടി വന്നാൽ ആ നടപടിയിൽ അവർ വിഷമിക്കുകയാണ്. കാരണം ആ ജലാലിന്റെ സിഫത്ത് കൊണ്ട് അവർ ജമാലിനെ അവരെ തൊട്ട് മറക്കുകയാണ്. ജമാലിലേക്ക് അവർക്ക് ഓർമ്മ വരുന്നില്ല എന്നുള്ള. ഇനി ജമാല് വന്നാലോ, സന്തോഷത്തിന്റെ അള്ളാഹിന്റെ വിശേഷങ്ങൾ വന്നാലോ അവരെന്ത് ചെയ്യും? അപ്പോ ആ സന്തോഷത്തിൽ മറന്നിട്ട് ജലാലിന്റെ, എന്റെ റബ്ബ് തന്ന ഈ അനുഗ്രഹങ്ങൾ ഈ സമയത്തും എന്നിൽ നിന്ന് പിടിക്കപ്പെടുമെന്നുള്ള ജലാലിന്റെ സിഫത്ത് എന്ത് ചെയ്യണ്? അവിടെ മറയപ്പെടുകയാണ്. അപ്പൊ ജലാല് ജമാലിനെ മറക്കുന്നുണ്ട്, ജമാല് ജലാലിനെ മറക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ചിടത്തോളം ജലാല് വന്നാൽ ജമാലും മറയൂല, ജമാല് വന്നാൽ ജലാലും മറയൂല. അപ്പൊ രണ്ടും അവരെ കൂടെ ഉണ്ടായതുകൊണ്ട് രണ്ടിന്റെയും അണ്ടറിൽ അവർ പോവില്ല, രണ്ടും അവരെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അവർ അതിന്റെ മുകളിൽ ആരെ താഴെ നിൽക്കുന്നത്? അള്ളാഹുവിന്റെ താഴെ. അപ്പൊ അവർ രണ്ടിൽ നിന്നും പുറത്താണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കാമില്യങ്ങളായ പരിപൂർണരായ അടിമക്കുന്നുണ്ടാവില്ല. ഒരു വിഷയം കിട്ടിച്ചിട്ടോ വലിയൊരു സന്തോഷമൊന്നും അവർക്ക് ഉണ്ടാവുകയില്ല. നഷ്ടപ്പെട്ടിട്ടോ ഒരു സങ്കടം ഉണ്ടാവില്ല. എന്തെങ്കിലും കിട്ടിച്ചിട്ടോ ഒരു സന്തോഷം ഉണ്ടാവില്ല. സന്തോഷമൊക്കെ അള്ളാഹു തന്ന സമയത്ത് തന്നു, കൊണ്ടുപോകുമാണ് കൊണ്ടുപോയി എന്നല്ലാതെ അതുമായിട്ട് ഒരു മനുഷ്യൻ അവര് ഫുൾ ടൈം ആരെ കൂടെ ആയിരിക്കും? അള്ളാഹുവിന്റെ കൂടെയായിരിക്കും. അതാണ് പറയുന്നത് മൂന്നാമത്തെ വിശേഷണം. അപ്പോ അള്ളാഹു തആല അത് രണ്ടിൽ നിന്നും നിന്നെ പുറത്താക്കി, നിനക്ക് കബൂലില്ലാത്ത വസ്തുല്ലാത്ത അവസ്ഥയിലേക്ക് അള്ളാഹു തആല നിന്നെ മാറ്റി. കൈലാ തകൂന ലിശൈഇൻ ദൂന, ഒന്നിന്റെയും താഴെ നീ ആവാതിരിക്കാൻ, അള്ളാഹു അല്ലാത്ത ഒന്നിന്റെയും താഴെ നീ ആവാതിരിക്കാൻ കബൂലും വസ്തുല്ലാത്ത അവസ്ഥയിലേക്കും നിന്നെ മാറ്റും. അപ്പൊ തുടക്കത്തില് സുഖവും സന്തോഷം ഉണ്ടാവും. അത് പിന്നെ കബൂല് ബസ്തു ഒന്നും കൂടി ആത്മീയ ജലാൽ ജമാലിലേക്ക് പോകുമ്പോ കബൂല് ബസ്തിലേക്ക് പോകും. കുറച്ചു കഴിഞ്ഞാൽ ഏതുണ്ടാവില്ല, പരിപൂർണാവസ്ഥയിലേക്ക് പോകുമ്പോ ഏതുണ്ടാവില്ല, കബൂലും ഉണ്ടാവില്ല, ബസ്തു ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തിൽ ഒരു വലിയൊരു സന്തോഷം ഉണ്ടാവില്ല. ഏത് വലിയ നഷ്ടത്തിൽ ഏതുണ്ടാവില്ല, വലിയൊരു ദുഃഖവും ഒക്കെ മാനേജബിൾ ആയിരിക്കും. കാരണം സന്തോഷം വന്നാൽ നമുക്കറിയാം, അത് ഏത് നിമിഷം ഇത് പോകുന്ന ആർക്കറിയാം. അപ്പത്തെ ജലാൽ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അപ്പത്തെ ഇങ്ങനെ എതിർസ്ഥാനത്തുണ്ടാവും. അതുകൊണ്ട് എന്ത് ഇത് കിട്ടുമ്പോ അത് കാണുന്നുണ്ട്, അത് കിട്ടുമ്പോ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ട് എന്തില്ല, അതിന് രണ്ടിന്റെയും കീഴിൽ സന്തോഷത്തിന്റെ പിറകെ ഇങ്ങനെയാണ് പോവില്ല, ദുഃഖം ദുഃഖത്തിന് പിറകെ നിരാശയായിട്ടും പോവില്ല എന്നർത്ഥം. ഞാൻ പറയാൻ മനസ്സിലായോ? ഇതാണ് ആരിഫിക്കുന്നത്. ഈ അവസ്ഥയിലാണ് അള്ളാഹുവിന്റെ അടിമകൾ പരിപൂർണ അവസ്ഥയിലേക്ക് എത്തുക. അപ്പൊ സാധാരണക്കാരാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമുക്ക് എന്തെങ്കിലും വിഷമോ ദുഃഖം വന്നാൽ നമ്മൾ ചെയ്യേണ്ട സംഗതി എന്താണ്? അതിൽ നമ്മൾ വിഷമം വന്നാൽ നിരാശപ്പെടാതിരിക്കണം, സന്തോഷം വന്നാൽ അതിൽ അതിരി കവിയാതിരിക്കണം. ഈ രണ്ട് സംഗതികൾ നമുക്ക് അതിന്റെ അദബ് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വളരെ പെട്ടെന്ന് അതിനെ മറികടക്കാൻ കഴിയും. സന്തോഷമാണെങ്കിൽ ആ സന്തോഷത്തിന്റെ അദബ് പാലിച്ച് നമ്മൾ നല്ല അവസ്ഥയിൽ നിലനിന്ന് കഴിഞ്ഞാൽ അത് കുറെ കാലം ഇങ്ങനെ നിൽക്കും. സന്തോഷം രണ്ട് രീതിയിൽ ഉണ്ടാകാം, ദുഃഖവും രണ്ട് രീതിയിൽ ഉണ്ടാകാം. സന്തോഷവും ദുഃഖവും രണ്ട് രീതിയിൽ ഉണ്ടാകാം. ഞാൻ ഉദ്ദേശിക്കുന്നത് കബൂലും വസ്തു രണ്ട് രീതിയിൽ ഉണ്ടാകാം. ഒന്ന്, ഒരു കാരണവുമില്ലാതെ ഉണ്ടാകാം. ഒരു കാരണമില്ലാതെ ചിലപ്പോൾ എന്തുണ്ടാവും, നമുക്ക് മാനസിക ആശ്വാസവും റിലാക്സും ഉണ്ടാകാം, വസ്തു ഉണ്ടാകാം. ഒരു കാരണവുമില്ലാതെ മാനസിക ഇടുക്കവും സങ്കോചവും ഉണ്ടാകാം. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ സാഹചര്യം നോക്കുമ്പോൾ ഏറ്റവും അധികം മൂഡൌട്ടായിരിക്കേണ്ട, ദുഃഖിച്ച് മൂലക്കിലിരിക്കേണ്ട സാഹചര്യങ്ങൾ. പക്ഷെ നിങ്ങളെ മനസ്സിക്ക് എന്തുണ്ടാവും? നമ്മളെ മനസ്സിക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ, ആശ്വാസം ഉണ്ടാവും. എന്താ കാരണം? ഒരു കാരണമില്ല, ആര് തരുന്നതാണ്? റബ്ബ് തരുന്നതാണ്. ചില ആളുകളുടെ അവസ്ഥ നമ്മൾ പരിശോധിക്കുമ്പോ നമ്മളെക്കാണ് എന്നോ അറ്റാക്ക് ആയിട്ടുണ്ടോ, അത്രയും മാനസിക ഇടുക്കത്തേക്ക് പോകേണ്ട അവൻ എത്ര റിലാക്സിൽ ഇരിക്കുന്നുണ്ട്.
അങ്ങനെയല്ലേ? ചിലപ്പോ നമ്മൾ തന്നെ പറയും, എനിക്ക് എന്താ ഒരു ഏറ്റവും വിഷമിച്ചിരിക്കുന്ന സമയത്ത് എനിക്കൊരു ബേജാറുമില്ല. എന്താ കാരണം? എന്തോ ഒരു സമാധാനം എനിക്ക് തരുന്നുണ്ട്. അത് കാരണമില്ലാതെ കിട്ടുന്ന സന്തോഷം. ചിലപ്പോ ഒരു കാരണവുമില്ല. നമ്മൾ ചിലപ്പോ പറയില്ലേ, നമുക്കറിയില്ല എന്താ കാരണം എനിക്കറിയില്ല, പക്ഷെ എന്റെ മനസ്സിൽ എന്തുണ്ട്, നല്ല സന്തോഷം ഉണ്ട് എന്ന് പറയാറില്ലേ? അപ്പൊ കാരണമില്ലാതെ സന്തോഷം ആര് തരും? അല്ലാഹു തആല തരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എനിക്കിപ്പോ എന്താ എന്റെ മനസ്സിൽ നല്ല സന്തോഷമുണ്ട്, പക്ഷെ എന്താണ് എന്റെ സന്തോഷം എനിക്ക് പിടുത്തം കിട്ടില്ല. ഖൈബർ ജയിച്ചതാണോ അത് ജഅഫർ വരുന്നതാണോ നിങ്ങൾക്ക് പിടുത്തം കിട്ടില്ല എന്ന് ആര് പറഞ്ഞേ? സന്തോഷമുണ്ട് റസൂലുള്ളാഹിക്ക് അറിയാം, എനിക്ക് നല്ല സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്, റിലാക്സ് ഉണ്ട്. പക്ഷെ ഖൈബർ ജയിച്ചിട്ടാണോ ഈ സന്തോഷം, അതോ ജഅഫർ സ്വന്തം സഹോദരനായ ജഅഫർ ബിൻ അബീ ത്വാലിബ് അബ്സീനിയയിൽ നിന്ന് റസൂലുള്ളാഹിനെ അവിടുന്ന് ഹിജ്റ കഴിഞ്ഞ് വരികയാണ് മദീനത്തേക്ക്. അപ്പൊ ജഅഫർ വരുന്ന കുറെ കാലമായി പോയിട്ട്, അപ്പൊ കാണുന്ന ആ സന്തോഷമാണോ ഖൈബറിന്റെ സന്തോഷമാണോ എനിക്ക് പിടുത്തം കിട്ടുന്നില്ല എന്നാണ് ആര് പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞത്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണ്? സന്തോഷം ചിലപ്പോ കാരണമില്ലാതെ കിട്ടും, ദുഃഖവും ചിലപ്പോ കാരണമില്ലാതെ കിട്ടും. ചിലപ്പോ ഭയങ്കര പ്രയാസം ഉണ്ടാവും. ചിലപ്പോ ഭാര്യമാര് ചോദിക്കും, എന്തെങ്കിലും ഇത്ര മൂടൗട്ട്, എന്താ പ്രയാസം വെച്ചാൽ നമ്മളെന്താ പറയാ, ഒന്നും മനസ്സിലാവില്ല. ഒരു കാരണം ഉണ്ടാവില്ല, ചിലപ്പോ ഭയങ്കര ദുഃഖം ഉണ്ടാവും. അപ്പൊ കാരണം ഇല്ലാതെയും ഏതുണ്ടാവും? സന്തോഷവും ദുഃഖവും ഉണ്ടാവും. അപ്പൊ പിന്നെ അതിന് പരിഹാരമില്ല. അതിനെന്താ പരിഹാരം? സന്തോഷം ഉണ്ടെങ്കിൽ ആ സന്തോഷത്തെ അടക്കി ഒതുക്കി സമാധാനത്തിൽ നിൽക്കുക. ദുഃഖാണെങ്കിൽ എന്ത് ചെയ്യുക? ക്ഷമിക്കുക. ക്ഷമിച്ചിട്ട് അതിന് ക്ഷമാപൂർവം കൈകാര്യം ചെയ്യുക. അപ്പൊ മഹാന്മാർ പറഞ്ഞ് ദുഃഖം രാത്രി പോലെയാണ്, സന്തോഷം പകൽ പോലെയാണ്. അപ്പൊ രാത്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എഫക്ട് രാത്രി എപ്പോഴും മനുഷ്യന്റെ അടക്കത്തിന്റെയും സമാധാനത്തിന്റെയും ഒതുക്കത്തിന്റെയും അല്ലെ സൈലന്റിന്റെയും ഒരു രീതിയാണ്. അപ്പൊ ദുഃഖം വരുന്ന ഒരുത്തൻ എപ്പോ ഏതായിരിക്കും? സൈലന്റ് ആയിരിക്കും അല്ലെ? നമ്മള് പിന്നെ സമാധാന അടക്കത്തിന്റെ ക്ഷമയുടെ അവസ്ഥയിലേക്ക് പോകണം എന്നുള്ളതാണ്. എന്നാ മനസ്സിലാക്കുന്ന സംഗതി എന്താ? രാത്രി എന്ന സംഗതി എപ്പോഴും നിലനിൽക്കണമല്ല. രാത്രി എന്തായാലും എന്ത് ചെയ്യും? നേരം വെളുക്കും. അപ്പൊ ആ ദുഃഖം എന്തായാലും മാറും. അപ്പോ കാരണമില്ലാത്ത ദുഃഖങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക? സബൂർ ചെയ്ത് നിൽക്കുക. കാരണമില്ലാത്ത സന്തോഷമാണെങ്കിൽ നമ്മൾ പിടിച്ചു നിൽക്കണം എന്നുള്ളതാണ്. മഹാന്മാർ പറയുന്നത് സന്തോഷത്തിൽ നല്ല പിടിച്ചു നിൽക്കണം എന്നാണ്. കാരണം എന്ന് വെച്ചാല് ദുഃഖത്തിന്റെ പോലെ ദുഃഖം നമ്മൾ എന്ത് ചെയ്യും? കുറെയൊക്കെ ഒതുക്കും. ദുഃഖം പ്രയാസമൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കുറെയൊക്കെ ഒതുക്കും. കാരണം നമ്മൾ ഒതുങ്ങിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സാധനം ഒതുക്കും, ഒരു മൂലക്കലിടും. സന്തോഷം അങ്ങനെ സന്തോഷത്തിൽ പിടിച്ചിരിക്കാൻ നല്ല പണി. സന്തോഷം എങ്ങനെ വെച്ചാൽ അടുപ്പത്ത് തിളപ്പിക്കുന്ന പാത്രത്തെ പോലെയാണ്. അതിൽ ഭക്ഷണം വെച്ചിട്ട് ഒരാള് പാത്രം അടിയിൽ നിന്ന് തിളപ്പിക്കുമ്പോ എന്താ ഉണ്ടാവുക? അത് സന്തോഷം ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന, അത് അടിയിലെ തീ കുറച്ചിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? പുറത്തേക്ക് ചാടും. ആ സാധനം വേസ്റ്റ് ആവും. എന്തിനാണ് സന്തോഷം? ഇതിങ്ങനെ ഇവിടെ തിളച്ച് നിൽക്കണം. ഇതിങ്ങനെ നമ്മളിങ്ങനെ അടിയിൽ തീ ഇങ്ങനെ കുറച്ച് ഈ സന്തോഷം ഉള്ളിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ പുറത്ത് കണ്ട് ചാടി എന്ത് ചെയ്യും? ഈ സന്തോഷമാണ് പോയി കിട്ടും. അപ്പൊ ദുഃഖത്തിലും അതവുണ്ട്, സന്തോഷത്തിലും അതവുണ്ട്. സന്തോഷത്തിൽ അതബന്ധാണ്, അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ദുഃഖത്തിൽ അതബന്ധ ക്ഷമിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഒരു പ്രയാസം എന്ന അടിമ ദുഃഖത്തിൽ അതബന്ധാണ്. രണ്ട് സംഗതിയാണ്. ഒന്ന്, ഇത് തന്നവൻ അള്ളാഹുവാണ്, തീർച്ചയായിട്ടും അവന്റെ തീരുമാനമാണ്, അവനെ കൊണ്ട് ഇത് മാറ്റാനും കഴിയും, ഇത് തരാനും കഴിയും എന്നുള്ള എന്ന ഒരു കൺസെപ്റ്റിലേക്ക് നോക്കൂ, അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കാണുന്ന, എന്റെ റബ്ബല്ലാത്തൊരു പരിഹാരിയില്ല എന്നൊരു മാനസികമായ ദൃഢമായ തീരുമാനത്തിലേക്ക് പോയാൽ വേഗം പരിഹാരമാകുമോ? അല്ലാതെ നിങ്ങൾ ടെൻഷനായിട്ട് ഒരു മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമ പോയി കണ്ടിട്ടോ സമാധാനം കിട്ടും നിങ്ങൾ വിചാരിക്കണം. അതിനൊന്നും സമാധാനത്തിന് ഓപ്ഷൻ അല്ല വെച്ചിട്ടില്ല. അള്ളാഹു അല്ലാത്ത വേറൊന്നും ഇതില്ല. അള്ളാഹു അന്തസ്ലാം അവൻസ്ലാം വയിലേക്ക് അർജുസ്ലാം ഹയ്യന റബ്ബന ബിസ്സലാം. അള്ളാഹു ആണ് സമാധാനം. അപ്പോ ഇത് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനെ മാത്രം ആശ്രയിച്ച് റബ്ബിലേക്ക് പോകുന്നവരാണ് അള്ളാഹിനെ മനസ്സിലാക്കിയ അടിമകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് രീതിയാണ്. ഒന്ന്, റബ്ബിനെ തിരിച്ചറിഞ്ഞ് റബ്ബിനെ സമർപ്പിക്കുക. രണ്ട്, അടിമത്തത്തിന്റെ കടമ നിർവഹിക്കുക. നോക്കൂ, അടിമത്തത്തിന്റെ കടമ നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ദുഃഖം വരുമ്പോൾ നബി തങ്ങൾ ചില പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക.
ഈ രണ്ട് റൂട്ടിലൂടെ അടിമ സമീപിച്ചാൽ ആ അടിമയുടെ പ്രയാസം മാറിക്കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു സഹാബി വല്ലാത്ത മാനസിക പ്രയാസവുമായി നബി തങ്ങളെ സമീപിച്ചപ്പോ റസൂലുള്ളാഹി പറഞ്ഞു, എന്തു പറയാ, ഫൽയഖുൽ, ആരെങ്കിലും ഇങ്ങനത്തെ പ്രയാസവും ദുഃഖവും വിഷമുണ്ടെങ്കിൽ ഫൽയഖുൽ അല്ലാഹ് അല്ലാഹ് ലാ ശരീക ലഹ്, അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞോളി എന്ന് പറഞ്ഞ എന്റെ റബ്ബെന്നുള്ളൂ, എനിക്ക് വേറെ ആരുമില്ല, എന്റെ റബ്ബെന്നുള്ളൂ എന്നിങ്ങനെ ഇങ്ങനെ പറഞ്ഞോളി. അപ്പൊ അള്ളാഹനെ കണ്ട് ഉൾക്കൊണ്ടോളി എന്നാണ് അർത്ഥം. മറ്റൊരു കസൂല പറഞ്ഞ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ദുഃഖം വരാണെങ്കിൽ നോക്കുങ്ങള്, ഇതിനൊക്കെ പരിഹാരം തീരുന്നുണ്ട്. എന്നിട്ട് വെറുതെ മനുഷ്യൻ നടന്നിട്ട് നാട്ടിൽ പോയിട്ട് വേറെ സമാധാനത്തിന്റെ പരിപാടി നോക്കുക. ആരെ കൊണ്ടാ സമാധാനം ഉണ്ടാക്കി തരാം? താൽക്കാലിക സമാധാനം, അത് പിന്നീട് പോയി കിട്ടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ദുഃഖം ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥന ചെയ്യും. ഇത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. ഞാൻ ജസ്റ്റ് വായിക്കാന്നുള്ളൂ. ഞാൻ ആവശ്യമുള്ള നമുക്ക് പ്രിന്റ് എടുക്കാനും പറ്റും. അല്ലാഹുമ്മ അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫി ഹുക്മിക അദ്ലുൻ ഫി ഖളായിക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തയസർത ബിഹി ഫി ഇൽമിൽ ഗൈബി ഇൻദക അൻ തജ്അലൽ ഖുർആന റബിയ ഖൽബി വനൂറ സദ്രി വജലാ ഹുസ്നി വദഹാബ ഹമ്മി. അതിന് അർത്ഥം പറയാൻ സമയമില്ല. മൊത്തത്തിൽ എന്താണെന്ന് വെച്ചാൽ അള്ളാഹുവിനോട് നമ്മൾ എല്ലാ നിലക്കും ചോദിക്കണം. ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യണം, പിന്നെ എന്റെ ദുഃഖത്തിനെയും മാറ്റി തരണം. റസൂൽ പറഞ്ഞു, ഇതാണ് പ്രാർത്ഥിച്ച ആളെ വിഷമാണ് പോവുക തന്നെ ചെയ്യുമെന്ന്. അപ്പൊ കബൂല് വന്നാൽ, മാനസിക എടുക്കൽ സങ്കോചം വന്നാൽ നമ്മൾ വേഗം കീഴൊതുക്കി കൊടുക്കുക, റബ്ബിലേക്ക് എന്ത് ചെയ്യുക, പോവുക, അള്ളാഹുവിനുള്ള സമർപ്പണത്തിലേക്ക് പോവുക. നബി തങ്ങൾ പറഞ്ഞ എന്ത് ഇഞ്ഞതൊന്നിന് മലയാളത്തിൽ വരുന്നോളി, അള്ളാഹു അടിമത്തത്തിന്റെ കടമ നിർവഹിക്കുക. അടിമത്തത്തിന്റെ കടമ എന്താ? വിഷം വന്ന റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. പിന്നെ ഉബൂദിയത്തിന്റെ സത്യസന്ധതയും പാലിക്കുക. സത്യസന്ധതാണ്, ഇത് റബ്ബാണ് തന്നത്, ഓനെ കൊണ്ടേ പരിഹാരമുള്ളൂ നിലക്ക് എന്ത് ചെയ്യുക, അതിനെ ആ നിലക്ക് മാനസികമായി സെറ്റ് ചെയ്ത് നിർത്തും. അപ്പോ അടിമക്ക് സന്തോഷം വരും. സന്തോഷം എന്നുള്ള അഥബന്ധാണ്, അത് പിടിച്ചു നിർത്തന്നെ, ക്ഷമിക്കന്നെ. ആ സന്തോഷം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സന്തോഷം വന്നാൽ നമ്മൾ എന്തെങ്കിലും വായെന്ന് പറഞ്ഞു പോവും, ചില അമിതമായി ആഹ്ലാദിച്ചു പോവും. അതൊന്നും ചെയ്യാതെ മനസ്സിനെ പിടിച്ചു നിർത്തുക. സന്തോഷം പിടിച്ചു നിർത്താൻ നല്ല സംഗതിയാണ്. അതങ്ങനെ പിടിച്ചു നിർത്തന്നെ. അങ്ങനെ നിർത്തി കിട്ടിയാൽ ആ സന്തോഷത്തിന് ലൈഫ് ഉണ്ടാവും, അത് നിലനിൽക്കും. അതിന്റെ ഇരട്ടി പിന്നെയും പഠിച്ചു തന്നുകൊണ്ടേയിരിക്കും. അപ്പൊ സാധാരണക്കാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാനസിക എടുക്കം വരും, മാനസിക ആശ്വാസം വരും, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ മാറി മാറി വരുന്ന സംഗതികളാണ്. അതൊക്കെ തരുന്ന എന്തിനാ വെച്ചാല് ഈ സന്തോഷത്തിന് ഇങ്ങനെ വിട്ടാൽ അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഓവറാകുന്ന സമയത്ത് എന്ത് ചെയ്യും? പക്ഷെ ദുഃഖം തന്നില്ലെങ്കിൽ ഓവറായിട്ട് എന്ത് ചെയ്യും? ആ സന്തോഷത്തിന്റെ പരിധി പലതും ചെയ്തു. അപ്പൊ പിന്നെ എന്റെ അവസാനം മോശമാകുന്ന അവസ്ഥയിലേക്ക് ഇനി എത്തും. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇനി അമിതമായി സന്തോഷം പഠിച്ചുകൊണ്ട് അതിൽ കൺട്രോൾ ചെയ്യും. ദുഃഖമാണെങ്കിലോ, ദുഃഖം വല്ലാതെ വന്നു നിരാശയായിട്ട് പിന്നെ അവിവേകത്തിൽ പോകാതിരിക്കാൻ വേണ്ടി പഠിച്ചോ എനിക്ക് വീണ്ടും സമാധാനം തരും. ഇതുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കണേ. ആ സന്തോഷ ദുഃഖം ഇങ്ങനെ മാറി വരുന്നോണ്ടാണ് നമ്മളിവിടെ നിലനിന്ന് പോകുന്നത്. ഇതിനൊക്കെ പരിഹാരി റബ്ബാണ്. അല്ലെങ്കിൽ എന്ത് ദുഃഖാണ് നമ്മളിവിടെ നിൽക്കോ? എന്ത് സന്തോഷമാണെങ്കിൽ സന്തോഷത്തിന്റെ വരി നമുക്കില്ലല്ലോ, അറിയില്ല. എന്താ സന്തോഷം എന്ന് തിരിച്ചറിയോ? അതും അറിയില്ല. അല്ലാഹു തആല അള്ളാന്റെ അടിമകൾക്ക് ഇത് രണ്ടും കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടിന്റെയും അണ്ടറിലല്ലാത്ത ആളുകളാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവർക്ക് സന്തോഷം വന്നാലും പ്രശ്നമില്ല, അല്ലേ, ദുഃഖം വന്നാലും പ്രശ്നമില്ല എന്നുള്ളതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അതാണ് പറയുന്നത്, ബസത്തക്ക, അല്ലാഹു തആല നിനക്ക് സമാധാനം, മാനസിക ആശ്വാസം നൽകിയത് കൈലായുബിയക്കമാൽ ഖബലി എന്നും മാനസിക വിഷമത്തിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. വക്കബലക്ക, അല്ലാഹു തആല മാനസിക ഇടുക്കം തന്നത് കൈലായത്തുറുക്കമാൽ ബസ്തി എന്നും നീ മാനസിക ആശ്വാസത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വഅഖറജക അൻഹുമ, അത് രണ്ടിൽ നിന്നും ചിലപ്പോൾ അല്ലാഹു തആല എന്നെ പുറത്താക്കും. കൈലാ തകൂന ലിശൈഇൻ ദൂന, അല്ലാഹു അല്ലാത്ത വേറൊന്നിന്റെ അണ്ടറിലേക്ക് നീ പോവാതിരിക്കാൻ വേണ്ടി. അല്ലാഹു തആല അങ്ങനെ മനസ്സിലാക്കുന്ന, ഉൾക്കൊള്ളുന്ന, കറകളഞ്ഞ പരിപൂർണരായ അടിമകൾ അല്ലാഹു തആല നമ്മളെ മാറ്റട്ടെ. അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ.